പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദിയും വിക്രവും ഇടുക്കിയിൽ എത്തുകയാണ്. സജീവ് ഒരു ഫാദറിനെ ചെന്ന് കാണാനായിട്ട് ഏർപ്പാട് ചെയ്യും. അങ്ങനെ അവർ ലോറിയിൽ വന്നിറങ്ങിയ ശേഷം ജീപ്പിലാകും ബാക്കി യാത്ര ചെയ്യുന്നത്. യാത്രക്കിടയിൽ വേദയെയും വിക്രത്തെയും കാണുമ്പോൾ ജീപ്പിലുള്ള ഒരാൾ ഓരോന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താ, ഒളിച്ചോട്ടാണോ അതോ വീട്ടുകാർ ഇറക്കി വിട്ടതോ? ഇത് കേൾക്കുമ്പോൾ വേദ ഒന്ന് ചിരിക്കും. കാരണം അങ്ങനെയായിരുന്നു വേദയ്ക്ക് തോന്നിയത്. ഒന്നും തോന്നിയില്ല പറയാനായിട്ട്. പക്ഷെ അയാളാണെങ്കിൽ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്, ഇങ്ങനെയാണ്. വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് യാതൊരു വിലയുമില്ല. ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാം തന്നെ ഇഷ്ടം. ഇപ്പോഴത്തെ പിള്ളേരെ കൊണ്ട് അച്ഛനും അമ്മയ്ക്കും യാതൊരു ഉപകാരവുമില്ല. ഓരോ സ്വഭാവങ്ങൾ. ഇങ്ങനെ അയാൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിക്രത്തിന് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട്. വിക്രം ദേഷ്യം വന്ന് മറുപടി കൊടുക്കാൻ നിൽക്കുമ്പോൾ വേദ കണ്ണുകൊണ്ട് വിക്രത്തോട് വേണ്ട എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടിങ്ങനെ കാണിക്കും. അപ്പോൾ വിക്രം ആണെങ്കിൽ ഒരമ്മ പറയുമ്പോൾ ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ അനുസരിക്കുന്നത് അതുപോലെ ശരിയെന്ന് തല ഇങ്ങനെ ആട്ടിക്കാണിക്കും. ശരിക്കും അടിപൊളി സീനാണ് അത് കാണാനായിട്ട്. ഫാദറിൻ്റെ അടുത്ത് അങ്ങനെ എത്തുകയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നതാണ് ശേഷം കാണിക്കുന്നത്. ഫാദർ അവരെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, സജീവ് വിളിച്ച് പറഞ്ഞിരുന്നു. സജീവ് ആണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നടന്ന സംഭവങ്ങളൊന്നും പറഞ്ഞു കാണില്ല ഫാദറിൻ്റെ അടുത്ത്. കാരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വിക്രത്തെയും വേദയും അവിടെ താമസിപ്പിക്കാനായിട്ട് അനുവദിക്കുമോ എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും പറയാത്തത്. അതുകൊണ്ട് തന്നെ അവർ വീട് വിട്ട് ഇറങ്ങി വന്നതാണ്. എനിക്ക് വേണ്ടപ്പെട്ട കൂട്ടുകാരാണ്, അവരെ ചെറിയൊരു പ്രശ്നത്തിലാണിപ്പോൾ, ഇത്ര മാത്രമേ പറഞ്ഞു കാണുള്ളൂ. അതുകൊണ്ട് ഫാദറും കൂടുതലായിട്ടൊന്നും ചോദിക്കാനൊന്നും നിൽക്കില്ല. പേര് മാത്രം ചോദിക്കുന്നുണ്ട്, അല്ലാതെ യാതൊന്നും തന്നെ ഇങ്ങനെ കുത്തി ഒന്നും ചോദിക്കുന്നുണ്ടാവില്ല. ശേഷം അവിടെയുള്ള സഹായിയോട് ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്യാനും കീ എടുത്തു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. ഫാദർ പിന്നെ ആ ഒരു സമയം അവരോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് വിക്രവും വേദിയും അനിയൻകുട്ടനൊക്കെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ആ സമയം ഫാദർ ആണെങ്കിൽ ആ സഹായിയോട് പറയും, ഇവരെ തേടി ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ടെന്ന് തോന്നുന്നു. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അങ്ങനെ വേദിയും വിക്രവും ആ വീട്ടിലെത്തുന്നു. വളരെ ഒരു കൊച്ചു വീടായിരിക്കും അത്. ചുറ്റിനും തേയിലത്തോട്ടം ഉണ്ടാകും. അവിടെ അടുത്തെങ്ങും വേറെ വീടൊന്നും കാണില്ല. ഒരു ഒറ്റപ്പെട്ട വീടായിരിക്കും. അങ്ങനെ വീടിനുള്ളിൽ വേദ വലത് കാല് വെച്ച് തന്നെ കയറുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടെയും ഭക്തിയോടെയും ആയിരിക്കും കയറുന്നത്. ഭക്തിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കും വേദ ആദ്യമായിട്ട് കയറുന്നത്. അങ്ങനെ കയറിയ ഉടനെ തന്നെ എല്ലാവരുടെയും ഒന്നിങ്ങനെ ചുറ്റും നോക്കും. അത് കഴിഞ്ഞ് വിക്രത്തെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അവർ വീട് വൃത്തിയാക്കാനായിട്ട് തുടങ്ങുകയാണ്. വേദ അവിടേക്ക് അടിച്ചു വരാൻ തുടങ്ങുന്ന സമയത്ത് വിക്രവും സഹായിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങും. അപ്പോൾ വേദ പറയുന്നുണ്ട്, അല്ല വിക്രത്തിന് കാലിന് വയ്യാത്തതല്ലേ, ഞാൻ ചെയ്തോളാന്നേ. അല്ല എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലെന്നേ, ഞാൻ ഓക്കെയാണ്. വേദയെ നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ട, ഞാനും നിന്നെ സഹായിക്കാം. അങ്ങനെ വേദിയും വിക്രവും മാത്രമായിട്ട് അവിടെ ഒരു പുതിയ ജീവിതം അവിടെ വെച്ചായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അതിനു മുമ്പൊക്കെ അവർ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ രണ്ടുപേരും ഒന്നായി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കൊച്ചു വീട്ടിലായിരിക്കും. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, വൃത്തിയാക്കുന്നു, അതെല്ലാം കാണിക്കുന്നുണ്ട്. നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് വേദിയും വിക്രവും കൂടിയിട്ട്. അപ്പോൾ അനിയൻകുട്ടനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത മാനസികാവസ്ഥ ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അവർ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. വിക്രം അവരെ സഹായിക്കാനായിട്ട് ഫാദർ പറഞ്ഞ ആ ഒരു വ്യക്തിയായിരിക്കും ഉണ്ടാവുക. അവരോടായിരിക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ ചെന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നൊക്കെ അയാൾ പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിക്രം അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ വേദയാണെങ്കിലും ആദ്യമായിട്ടില്ല നമ്മൾ താമസം തുടങ്ങിയത്, അതുകൊണ്ട് എനിക്ക് പാല് കാച്ചിയിട്ട് തന്നെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് വിക്രം എന്ന് പറയുമ്പോൾ, എന്താ അതിനായിട്ട് ഇപ്പോൾ കുറയ്ക്കണത്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നിങ്ങനെ വേദയെടുത്ത് വിക്രം ആണെങ്കിലും പറയുന്നു. അങ്ങനെ വേദ പാല് ഒക്കെ കാച്ചി ഇങ്ങനെ അവർ സന്തോഷത്തിൽ തന്നെ ആ ഒരു ലൈഫ് അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരുപാട് നിമിഷങ്ങളൊക്കെ കാണിക്കുന്നു. കുക്ക് ചെയ്യുമ്പോൾ വേദിയെ സഹായിക്കുന്നത് കാണിക്കുന്നു. അങ്ങനെ ഒരുപാട് നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇടുക്കിയിലായതുകൊണ്ട് തന്നെ സന്ധ്യാസമയം ആകുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കാൻ പറ്റുന്ന സമയങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്നു. അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നു. അതുപോലെ തന്നെ അവർ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമ്പോഴും സംസാരിക്കുന്നു. അപ്പോൾ അവർക്ക് അത്രയും നാൾ സംസാരിക്കാനുണ്ടായിരുന്നൊക്കെ ആ സമയത്തായിരിക്കും അവർ സംസാരിക്കുന്നത്. കാരണം മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഇവർ ഒന്നായതിന് ശേഷമായിരിക്കും. അപ്പോൾ വേദയുടെ വീട്ടിലായിരുന്നപ്പോൾ അവർക്ക് ഒരുപാട് ഒച്ചത്തിലൊന്നും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ അവർക്ക് ഒന്നും തന്നെ പേടിക്കാനോ ഒന്നും തന്നെ ഇല്ല. അവരപ്പോൾ
അത്രയ്ക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ എൻജോയ് ചെയ്യാനും പരസ്പരം ഒന്നും സംസാരിക്കാതിരിക്കാനോ ഒന്നും അവർ മറക്കുന്നില്ല. അപ്പോൾ അവരുടെ നിമിഷങ്ങൾ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ പറയുകയാണ്, ഇവിടെ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് എത്രയും പെട്ടെന്ന് നോക്കണം എന്ന് പറയുമ്പോൾ വിക്രം പറയും, ജോലി എന്തിനാണ്, ഇപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട പൈസ സജീവ് തന്നിട്ടുണ്ടല്ലോ, പിന്നെന്തിനാണ് ജോലിയെ പറ്റിയൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ വേദ പറയും, അത് പറ്റില്ല, നമുക്ക് നമ്മളായിട്ട് എന്തെങ്കിലും പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പൈസ ചിലവാക്കാതെ തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാമല്ലോ, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ എന്തായാലും ചെയ്തേ മതിയാകൂ വിക്രം എന്നൊക്കെ പറയും. വിക്രം എന്തായാലും പോണ്ട, ഞാൻ പൊക്കോളാം, വിക്രത്തിന് വയ്യാത്തല്ലേ എന്ന് പറയുമ്പോൾ വിക്രം പറയും, എനിക്കിപ്പോൾ യാതൊരു വയ്യാകിയില്ല, നീ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും മിണ്ടാതിരിക്കില്ല വേദ, ഞാനും വരും എന്ന് പറയുമ്പോൾ വേദ പറയും, വേണ്ട, അനിയും കൂട്ടൻ്റെ അടുത്ത് ഒരാൾ വേണ്ടേ, അതുകൊണ്ട് വിക്രം എന്തായാലും വീട്ടിലിരിക്കണം, ഞാൻ എന്തായാലും ജോലിക്കൊക്കെ പൊക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിക്രത്തിന് സങ്കടമൊക്കെ വന്നിങ്ങനെ വേദയെ നോക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന സമയത്ത് അവിടെ ഫാദറിൻ്റെ സഹായം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സഹായം എടുത്തായിരിക്കും ഈ ജോലിയെപ്പറ്റി വേദ അന്വേഷിക്കുന്നത്. അപ്പോൾ പറയും, ഇത് ഇവിടെ ചുറ്റും തേയിലത്തോട്ടമാണ്, അപ്പോൾ അതുകൊണ്ട് എന്തായാലും തേയില പറിക്കുന്ന ജോലി എന്തായാലും കിട്ടാതിരിക്കില്ല എന്നിങ്ങനെ പറയും. അങ്ങനെ അയാൾ തന്നെ വേദയ്ക്ക് അവിടെ തേയിലത്തോട്ടത്തിലൊരു ജോലി ഏർപ്പാടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ വേദ ജോലി ചെയ്യാനായിട്ട് തുടങ്ങുന്നു. വളരെ സന്തോഷത്തോടെ തന്നെയായിരിക്കും വേദ ചെയ്യുന്നത്, ഒരു സങ്കടം ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇത്രയും നാൾ വക്കീൽ പണി ചെയ്തുകൊണ്ടിരുന്നിട്ട് ഈ ഒരു ജോലി ചെയ്യുമ്പോൾ എനിക്കിത് പറ്റുമോ എന്ന ഒരു ചിന്തയൊന്നും വേദയുടെ മനസ്സിൽ പോലും ഉണ്ടാവില്ല. വേദ അത് ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ വേദ തേയിലയൊക്കെ പറിക്കുന്നു. അപ്പോൾ അവിടെയുള്ളവരൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് വേദ ചെയ്യുന്നത് കാണുമ്പോൾ.